കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി നോട്ടീസ് അവഗണിച്ച് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. സാവകാശം വേണമെന്ന എം വർഗീസിന്റെ ആവശ്യം ഇഡി നേരത്തെ തള്ളിയിരുന്നു. സിപിഎം തിരിച്ചടയ്ക്കാൻ കൊണ്ടുപോയ 1 കോടി രൂപയുടെ ഉറവിടം സംബന്ധിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷണം തുടരുകയാണ്. സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ എത്തിയില്ല. മെയ് ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും കൂടുതൽ സമയം വേണമെന്നും എം വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് 7ാം തവണയാണ് വർഗീസിനെ ഇഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത്. സിപിഎമ്മിന്റെ തൃശൂർ ജില്ലയിലെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനാണ് ഇഡിയുടെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ടെങ്കിലും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതിനിടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ തിരിച്ചടക്കാനെത്തിച്ച സിപിഎമ്മിന്റെ 1 കോടി രൂപ ആദായനികുതി വകുപ്പ് ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. പണവുമായി ബാങ്കിലെത്തിയ എം വർഗീസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പിൻവലിച്ച പണമാണ് കണ്ടുകെട്ടിയത്. അക്കൗണ്ടും മരവിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി നൽകിയ ആദായനികുതി റിട്ടേണുകളിൽ ഒന്നും ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെന്നും KYC രേഖകൾ പൂർണ്ണമല്ലെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ടർ, കൊച്ചി.